വയനാട് മേപ്പാടിയിലെ കള്ളാടി ടണൽ നിർമ്മാണ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ബോഡി റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അതിൽ സങ്കടകരമായ കാര്യം ഇപ്പോഴും വിക്രം റാണ എന്ന പ്രൊജക്റ്റ് മാനേജർ, അദ്ദേഹം ഹിമാചൽ സ്വദേശിയാണ്, അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് വേണ്ടിയുള്ള എക്സ്റ്റെൻസീവായിട്ടുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ബഹുമാന്യനായ ശ്രീ എ പി അനിൽകുമാർ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അവിടെ സ്ഥലത്തുണ്ട്. ഞാൻ അദ്ദേഹം എത്തിയതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. തീർച്ചയായും ഇന്നത്തെയോ നാളത്തെയോ ഒക്കെ തെരച്ചിലിൽ അദ്ദേഹത്തിൻ്റെ ബോഡി റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. ഇതിനിടയിൽ ഒരു അത്യാവശ്യമുള്ള ഒരു സ്വകാര്യ കാര്യമായതുകൊണ്ട് വരേണ്ടി വന്നതാണ്. ആ സമയത്താണ് DCC ഓഫീസിൽ വന്ന് ഫൈസലിനെയും സഹപ്രവർത്തകരെയൊക്കെ കണ്ട് പോകാം എന്ന് കരുതിയത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. സമിതിയെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ടെക്നിക്കൽ ലീഗൽ കമ്മിറ്റിയാണ്. അതിൻ്റെ സാങ്കേതികവും ശാസ്ത്രീയവും നിയമപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അതിൽ രാഷ്ട്രീയ നേതൃത്വം അതിലുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനോടെ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് തുടർ കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പറയാം. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങളൊക്കെ ആദ്യം സംസാരിച്ചിട്ടുണ്ട്. അത് അപകടം പറ്റിയ സമയത്ത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പറയാത്തത് ആ റിപ്പോർട്ട് ഒരു ഓതൻറ്റിക് കമ്മിറ്റിയെ വയ്ക്കും എന്നുള്ളത് കൊണ്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൊങ്കൺ റെയിൽവേക്ക് ഇപ്പോൾ മറുപടി ഒന്ന്, ഗവൺമെൻറ് ഒരു സയൻറ്റിഫിക് എൻക്വയറി, ടെക്നിക്കൽ എൻക്വയറി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ കൊങ്കൺ റെയിൽവേ ഇന്നലെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്ത് വന്നത് അനുചിതമാണ്. ഞങ്ങൾ അത് സംബന്ധിച്ചതായിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പറയുന്നില്ല. മന്ത്രിസഭ തന്നെ ഒരു ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത കാര്യമാണ്. മന്ത്രിസഭ അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തതുകൊണ്ട് ആ റിപ്പോർട്ട് വരുന്നത് വരെ ഞങ്ങൾ പ്രത്യക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് മാറി നിൽക്കുക. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. മണ്ണ് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ, അപ്പം PWD മിനിസ്റ്റർ അവിടെ വന്ന സമയത്ത് മണ്ണ് നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PWD മിനിസ്റ്ററും ഞാനും കൂടെ കൊങ്കണിൻ്റെ ആളുകളെ, കൊങ്കൺ റെയിൽവേയുടെയും ദിലീപ് കോണിൻ്റെയും 2 സംവിധാനത്തിൻ്റെ ആളുകളെ അവിടെ വിളിച്ചു വരുത്തി ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇപ്പോൾ ആ മണ്ണ് നീക്കരുത് എന്നാണ്. അത് പുറത്തേക്ക് കാണുന്ന ആ മല പോലെയുള്ള മണ്ണ് മാത്രമല്ല, അതിൻ്റെ പിറകിൽ ഞാൻ ഇന്നലെ ഡ്രോൺ കൊണ്ടുവന്ന് അതിൻ്റെ മുഴുവൻ വിസിബിലിറ്റി എടുത്തു. അപ്പോഴാണ് പിറകിൽ അതിനേക്കാൾ അതേപോലെ തന്നെയുള്ള മറ്റൊരു മൺകൂനയുണ്ട്. വലിയൊരു മല പോലെയുള്ള മണ്ണ് പിറകിലുണ്ട്. അപ്പോൾ അതിപ്പോൾ എടുക്കുന്നത് ഉചിതമല്ല. എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നാണ് കൊങ്കണും അതുപോലെ ദിലീപ് കോണിൻ്റെയും ആളുകൾ പറയുന്നത്. ഗവൺമെൻറ് ഇന്നലെ അത് സംബന്ധിച്ചതായ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ആ കമ്മിറ്റി ഉടനെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ മേലെയുള്ള നടപടി പറയും. കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ദേശീയപാതയോരത്തൊക്കെ ഇതേപോലെ തന്നെ വലിയ മൺകൂനകളും
അതാണ് പറഞ്ഞത്. നിലവിൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ വെച്ചതുകൊണ്ട് ആ കമ്മിറ്റി എവിടെയാണ് ഇതിൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്, വീഴ്ചകൾ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, കൊങ്കൺ റെയിൽവേക്ക് ഈ പദ്ധതി കൊടുക്കുന്ന സമയത്ത് നിരവധി സ്റ്റിപ്പുലേഷൻസ്, കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനൊക്കെ ഇവർ പാലിച്ചിട്ടുണ്ടോ, ആ കണ്ടീഷൻ പാലിച്ചാണോ ഈ നിർമ്മാണം നടന്നത്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇത് സംബന്ധിച്ച തീരുമാനമെടുത്ത് പറയും എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്ന് ഇപ്പോൾ ഒരു ഒബ്സർവേഷൻ നടത്തുന്നത് അനുചിതമായി, ഒരു ഇംപ്രോപ്പറൈറ്ററി ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടന്നിട്ടുണ്ട്. അത് ആ തുക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആലോചന സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൃഷി വകുപ്പും ഞങ്ങൾ 2 മന്ത്രിമാരൊന്നിച്ചിരുന്നു. ഒന്ന്, കർഷകന്, അതിർത്തിയിലുള്ളതായിരിക്കുന്ന മനുഷ്യർക്ക് വന്യമൃഗ ആക്രമണം മൂലം അപായം സംഭവിച്ചാൽ അവർക്കുള്ള തുക, പരിക്ക് പറ്റിയാൽ കൊടുക്കുന്ന തുക, വിളകൾക്ക് കൊടുക്കുന്ന തുക, ഇതിലൊക്കെ ഒരു തീരുമാനം, കൃത്യതയോട് കൂടിയിട്ടുള്ള നയമുണ്ടാകും. അത് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്, നടപ്പിലാക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റാൽ, ഇപ്പോൾ ആദിവാസി ഗോത്ര സമൂഹത്തിലെ ആളുകളാണെങ്കിൽ അവർ ബുദ്ധിമുട്ടേറിയ ആളുകളാണ്. അവരുടെ ചികിത്സ സ്വാഭാവികമായും ഗവൺമെൻറ് 100% ഗവൺമെൻറ് എടുക്കും. പക്ഷെ മറ്റുള്ളവരുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചികിത്സ ഗവൺമെൻറ് എടുക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഗൗരവത്തിലെടുത്തിരിക്കും. അതൊക്കെ ചർച്ച ചെയ്യാണ് തീരുമാനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എടുക്കുമല്ലോ. ഗവൺമെൻറ് ഡിലേ വരുത്തിയിട്ടില്ല. ഗവൺമെൻറ് ഈ വിഷയം ഉണ്ടായി, അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ തന്നെ 5 ലക്ഷം രൂപ മരിച്ചവർക്കുള്ള കുടുംബത്തിന് നമ്മൾ പ്രഖ്യാപിച്ചു. പരിക്ക് പറ്റിയവരുടെ ചികിത്സയുടെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പോൾ അത് ഉടനെ കൊടുക്കാനുള്ള നടപടിയും സർക്കാർ തലത്തിലെടുക്കും, തർക്കമില്ല. കോടതി നിരീക്ഷണത്തെയും ഗൗരവത്തിലെടുക്കും.